ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസം, കൂടെ ഒരു കുഞ്ഞ് വിഷമം, കുഞ്ഞതെന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു വിഷമമുള്ള ദിവസം കൂടിയാണ് കേട്ടോ. സന്തോഷം ആദ്യം പറയാം. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഷോർട്സിന് ഒരു 10K വ്യൂസ് കിട്ടിയിരിക്കണം. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് പ്രത്യേകതര സന്തോഷമാണ് കേട്ടോ. വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഒന്ന് വീണു, അതാ വിഷമം. ആൾക്ക് ചെറുതായിട്ട് മുട്ടിൻ്റെ കാലിൻ്റെ അവിടെ ഒരു ഫ്രാക്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പോട്ടെ, അതിൻ്റെ മുന്നത്തെ എൻ്റെ ഉമ്മൻ്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ ആ ടേബിളുമ്പോൾ കണ്ടതും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഉമ്മക്ക് വയ്യാണ്ടായത്. അപ്പോൾ നമുക്ക് അന്നത്തെ വീഡിയോയ്ക്ക് പോവാം. എന്നും ബിരിയാണിയും നെയ്ച്ചോറും ചപ്പാത്തിയും പത്തിരിയൊക്കെ കഴിച്ച് മടുത്തപ്പോൾ ഞാൻ തന്നെ നിർബന്ധിച്ച് ഉമ്മാനോട് പറഞ്ഞതാണ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കേട്ടോ. എൻ്റെ വേറെ നിർബന്ധപ്രകാരം ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മക്ക് തൊരടി എന്ന് പറയാമല്ലോ, പണിയായി. ഞാൻ മാത്രമേ എൻ്റെ വീട്ടിലിട്ട് കഴിക്കുള്ളൂ. ഞാനും ഉമ്മയും കഴിക്കും, ഉപ്പയും കഴിക്കൂട്ടെ. പക്ഷെ എനിക്കൊരു ആങ്ങളുണ്ട്, അവൻ കഴിക്കേയില്ല. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയും നല്ല ഗ്രീൻ കളർ ചമ്മന്തി വേണമെന്നും നല്ല വെള്ള ഇഡ്ഡലി വേണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര പ്രഹസനമായിരുന്നു കേട്ടോ അടുക്കളയിൽ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് അടുക്കളാണ്ട് വരക്കിയെടുത്ത ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ. പലതരം പലഹാരങ്ങളുണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, ഫ്രൈഡ് പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ട ഒരു പ്രത്യേകതരം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയൻ വിളിക്കണത്. അവൻ പറയാ അവനക്കിതൊന്നും പറ്റില്ല എന്ന്. അയ്യോ, പോയില്ല കാര്യം. അപ്പോൾ ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ച് മുട്ടക്കറി ഉണ്ടാക്കി. അവൻ 2-3 ചപ്പാത്തി കൊണ്ടുവന്നു, അത് ചുട്ടുകൊടുത്തു. അങ്ങനെ അവനെ ഹാപ്പി ആക്കി കേട്ടോ. നോമ്പെടുത്താൽ നമുക്ക് പല പല പൂതികളാവില്ലേ മനസ്സിൽ വരിക. എനിക്കും അങ്ങനെ തന്നെയാണ്. നോമ്പെടുത്താൽ എല്ലാം കഴിക്കാൻ തോന്നും. അത് കഴിക്കാൻ തോന്നും, ഇത് കഴിക്കാൻ തോന്നും. സത്യത്തിൽ നോമ്പ് തുറന്നാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല, അത് വേറെ വിഷയം. എന്നാലും നമുക്ക് നോമ്പെടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ ഒരു ഇതിൻ്റെ പുറത്തുണ്ടായതാണ്. എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിരുന്നു പൂതിട്ടോ. എന്തായാലും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെമ്മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് പ്രോൺസ് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ അതും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ പറയുക, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മൊരിച്ചലോട് കൂടി കിട്ടി, നല്ല കറുമുറു എന്താ അതിന് പറയുക, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മയോണീസിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആകെ കെച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മയോണീസും കൂടി ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്നാക്സ് ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ പ്രോൺസിൻ്റെ അത്ര പോരാ, ഫ്രൈഡ് പ്രോൺസിൻ്റെ അത്ര പോരാ, എന്നാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കണമെന്ന് എൻ്റെ ഉമ്മാൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ. യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഇതന്നെ കാണണം. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇതന്നെ ഉണ്ടാക്കണമെന്നൊരു പൂതി. അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ പൂതിയല്ലേ, ഞാനും കൊണ്ട് സാധിച്ചു കൊടുത്തു. ഞാനും ഉത്സാഹിച്ചു, ഉമ്മയും ഉത്സാഹിച്ചു. പാചകമൊക്കെ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ അത് കോരിടുന്നത് എൻ്റെ മോനാണ്. ഇപ്പോൾ നോക്കിയാലും ഈ എണ്ണയിൽ നിന്ന് കോരിടുന്ന അവൻ്റെ ഒരു വീക്ക്നെസ്സാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തല്ലേ, നമ്മൾ നോമ്പ് 12 തുടങ്ങി. നോമ്പ് കഴിയാനായി. ആദ്യത്തെ 10 കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ 10ലേക്കായി പോയിക്കൊണ്ടിരിക്കണം. ഇനി ഒരു 10 കൂടി കഴിഞ്ഞാൽ നോമ്പും കഴിഞ്ഞു.